വൻമരങ്ങൾക്കിടയിലുള്ള ഈ കൽപ്പടവുകൾ താണ്ടി നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ടയിലെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. ആ ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് അത്രത്തോളം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പത്തനംതിട്ടയുടെ മൊത്തം സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. തുലാവർഷം പെയ്തിറങ്ങുകയാണ്. മുകിലടർന്ന് മൺ തൊടുമ്പോൾ വെൺതൂവൽ പൊഴിയുമ്പോൾ പതയുന്നു രാജഗിരി. ശരീരത്തിനും മനസ്സിനും കുളിരു പകർന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം. കൂടൽ ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ യാത്രയുണ്ട്. രാജഗിരി റബ്ബർ എസ്റ്റേറ്റിന് നടുവിലൂടെ മൺപാതയിറങ്ങി താഴെ എത്തണം. ദൂരെ നിന്നേ ശബ്ദം കേൾക്കാം, അടുത്തുവന്ന് കാണാം, വെള്ളത്തിലിറങ്ങാം, പ്രകൃതിയെ ആസ്വദിക്കാം. ഉയരം കുറവായതിനാൽ അപകട സാധ്യതയും കുറവ്. ഇവിടെ കുട്ടികൾക്കെല്ലാം പങ്കെടുക്കാവുന്ന സാഹചര്യമാണ്. ഇന്നേവരെ അപകടവും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, വലിയ വഴിക്കല, എന്തായാലും വെള്ളത്തിനകത്തുള്ള ആ ഒരു വഴിക്കല് പാറക്കുണ്ട്, അതേ ഉള്ളൂ. അങ്ങനെ അപകടകരമായുള്ള ഒരു സാഹചര്യമല്ല. അപകട സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൊച്ചു പിള്ളേർക്കാലം വന്നിട്ട് ഇവിടെ നേരെ വന്നിട്ട് എന്റർടൈൻ ചെയ്തിട്ട് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കിള്ളിപ്പാറയിൽ തുടങ്ങി രാജഗിരി എസ്റ്റേറ്റിലൂടെ ഒഴുകി പത്തനാപുരത്താണ് രാജഗിരി തോട് ചേരുന്നത്. ഇപ്പോൾ ഈ തോടും അതേപോലെ തന്നെ ഈ വെള്ളച്ചാട്ടവും ഒക്കെ വിനോദസഞ്ചാരികളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരിടം തന്നെയാണ് ഇവിടം. കാഴ്ചയ്ക്കപ്പുറത്ത് അനുഭവമാണ് രാജഗിരി. തണുപ്പുള്ള സുഖമുള്ള അനുഭവം. പീസ്ഫുള്ളാ, ഭയങ്കര വെള്ളച്ചാട്ടമൊക്കെ കുറെ നാളായി വെള്ളത്തിൽ ഇറങ്ങിയിട്ട്, അപ്പം അടിപൊളിയാ, സൂപ്പർ സ്ഥലമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്, പക്ഷേ ഒരേ വൈബാ. അധികം ഒഴുക്കില്ലാത്ത ആഴം കുറഞ്ഞ അത്രമേൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് രാജഗിരിയിലെ ഈ വെള്ളച്ചാട്ടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് ഇവിടം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.